അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള ഒരു ആത്മധൈര്യവും ഉത്തരവും, അതായത് ഈ പണ്ട് തുടങ്ങുമ്പോൾ ഒരു ബാല്യ ദിശയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അത് ഏറ്റെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൽ കിട്ടുന്ന ഉത്തരവ് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ മാക്സിമം കിട്ടി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മോടൊപ്പം ഉണ്ടാകുകയും എന്ത് വിഷയമാകട്ടെ, ഏത് ഒരു സാമൂഹിക പ്രശ്നമാകട്ടെ, ഒരു പേഴ്സണൽ പ്രശ്നമാകട്ടെ, എന്തും ആകട്ടെ, അതിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നതോടൊപ്പം അതിന് വേണ്ട ഉപദേശം, ഒരു സെക്രട്ടറിക്ക് ചിലപ്പോൾ പാളിച്ചകളുണ്ടാകുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നീ അതങ്ങനെ ചെയ്യണം എന്ന് ഉപദേശിച്ച ഒരു ഉപദേശമാണ് നിലവിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എനിക്കതൊരു വ്യസനമുണ്ട്, സങ്കടമുണ്ട്. എന്നിരുന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉയർച്ചകളിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടിയിട്ട്, അതായത് സ്വന്തം ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഈ യത്നത്തിൽ പോയി അദ്ദേഹം രക്ഷപ്പെട്ട് അത് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദം, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അദ്ദേഹം ഇനി ഉയർച്ചയുടെ പടവൽ താണ്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ക്യാമറമാൻ ഇനി പ്രത്യേകിച്ച് അല്ല, ഇനി ഉപഹാരം കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപഹാരം കൈമാറുന്നതിന് വേണ്ടി ഞാൻ ക്യാമറ തിരിച്ചു മേടിക്കുകയാണ്. നമ്മുടെ സീനിയർ മെമ്പറും പ്രസിഡന്റ് എഴുന്നേറ്റില്ലേ? 2 വാക്ക് പറയാൻ. സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ, നമ്മുടെ മുൻ പ്രസിഡന്റ് ബിജു നാരായണനും റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് പോകാൻ, അതിന് നമ്മളെല്ലാവരും കൂടി ഒരു യാത്രയായിട്ട് നടത്തുകയാണ്. ആ സമയം അദ്ദേഹം നാട്ടിലോട്ട് പോവുകയും അവിടെ നാട്ടിലൊരു ജോലിക്ക് വേണ്ടിയിട്ട് സ്ഥലപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പുറത്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മെമ്പർമാർ, കമ്മിറ്റി അംഗങ്ങൾ ചെറിയ ഒരു സമ്മാനം, ഒരു ഓർമ്മയ്ക്കായിട്ട്, വളരെ വലുതൊന്നുമല്ല, ചെറിയൊരു സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നൽകാൻ കൈയടിച്ചു. അത് നന്ദിപ്രസംഗം അല്ലേ? പോക്കറ്റ് സ്ഥാനത്ത് പോക്കറ്റ് കിട്ടോ? നന്ദിപ്രസംഗം മുൻ പ്രസിഡന്റ് ബിജു നാരായണൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടുന്ന് വർഷം ചെയ്ത് പോകുന്നവര് നിങ്ങളെല്ലാവരും ഇന്ന് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞതാണ്. ദർശന സമയം ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഒരു ചടങ്ങാണ്. അപ്പോൾ അതിന് എല്ലാവരും പങ്കെടുത്തിരിക്കുകയാണ്. അതിന് എല്ലാവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു സംഘടനയുടെ ദേശീയ തന്നെ ഇതിനകത്ത് വന്ന് ചെയ്യുകയും അത് ഏകദേശം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്തിരുന്നു. പിന്നെ എന്ത് നല്ലൊരു പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ സേവനമൊന്നും കാഴ്ചവെക്കാൻ പറ്റില്ല എന്ന് വിശ്വാസം. കാര്യം പ്രസംഗത്തിലൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ സഭാകമ്പം വളരെ കൂടുതലുള്ള അതുകൊണ്ട് ആ രീതിയിൽ എനിക്ക് നിങ്ങൾ പറയാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ സെക്രട്ടറി നേതൃത്വം ഒരു വിധത്തിൽ പിടിച്ചു തോന്നും. ഇനിയിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓമനക്കുട്ടൻ സാറിന് അത് വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ ഇവരെ നല്ല രീതിയിൽ പോയി അങ്ങനെ തന്നെ പോകും. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നു കൊടുക്കുന്നു. പിന്നെ മാത്രമല്ല, ഞാനിപ്പോൾ നാട്ടിൽ പോയിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെടാൻ പിന്നെ നെറ്റ്വർക്കൊക്കെ നല്ല രീതിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ ബന്ധപ്പെടുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഫോൺ മുഖാന്തരം എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ അത് അറ്റൻഡായി ചെയ്യുന്നതായിരിക്കും. മിക്കവാറും മറ്റും പറയാൻ ഞാൻ എടുക്കാറില്ല എന്നൊരു കമന്റ് പറയാറുണ്ട്. എനിക്ക് ഈ പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ പറ്റിയല്ല, എടുക്കും, സംസാരിക്കും. പിന്നെ അതുപോലെ
മാസത്തിൽ 2 മാസം കൂടുന്ന ഒരു മെയിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ അതിന്റെ റിപ്ലൈ തന്നിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇനിയും ഇതിനെക്കാട്ടി മെച്ചമായിട്ട് പുതിയ കുറെ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഇപ്പൊ നമ്മൾ 80 അംഗങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് കുറച്ചുകൂടെ ആൾക്കാരെ കൂട്ടി കുറെ ആൾക്കാർ കൂടിയൊക്കെ വന്നാല് അവർക്കും കൂടി ഇതിന്റെ പ്രയോജനം കിട്ടുന്നതാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ പൊതുജനങ്ങൾക്കൊക്കെ അത് പ്രകടിപ്പിച്ച് അവരെ ഇവിടെ അനുമതി വാങ്ങി നന്നായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ എല്ലാവർക്കും ഇതിന്റെ ഒരു ഗുണം കിട്ടണം എന്നുകൂടി ഞാൻ പറയുകയാണ്. പിന്നെ അങ്ങനെ എല്ലാവിധ രീതിയിലും ഇത് നന്നായി പോയിട്ട് പിന്നെ ഇവിടെ സംഘടിപ്പിച്ച നിങ്ങള് ഇങ്ങനൊരു ഇതൊക്കെ വേദി ഉണ്ടാക്കുന്നു. ഉപകാരം അർപ്പിച്ച പ്രത്യേകിച്ച് പിന്നെ അതിലുപരി ഇവിടെ നമ്മള് പുതുമുഖങ്ങളായിട്ട് ആരുമില്ല. കാര്യം എല്ലാവരും നേരത്തെ മുതലേ പരിചയം ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ നല്ല രീതിയിലൊരു സൗഹൃദം നമ്മള് ഏതെങ്കിലും രീതിയിൽ പിന്നെ ഒരു ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേര് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റി. എന്തെങ്കിലും ഇതിന്റെ ഒരു വിഷയത്തിന്റെ പേരിൽ പോലും നമുക്ക് ഒരു അഭിപ്രായ ഭിന്നത ഇതിലുണ്ടായിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് മേലിലും പറയുന്ന ആള് ജോണി ജോസഫ് ആസ്വദിക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ കമ്മിറ്റിക്ക് ഇത്ര നേരം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞങ്ങളത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ നാരങ്ങാന്റെ ബിജു നാരങ്ങാന്റെ പരിപാടി അവർക്കും വളരെ ഇഷ്ടമുണ്ട്. കാരണം ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ എല്ലാവരും പ്രിയപ്പെട്ട ഒരു അംഗത്തെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. എപ്പോഴാണെങ്കിലും നാരങ്ങാൻ സമീപിച്ചാൽ എല്ലാവിധ കാര്യങ്ങൾക്കും നാരങ്ങാൻ കൂടെ ഉണ്ടായിരുന്നു. അതിൽ പകരക്കാരനായിട്ട് നമുക്ക് ഓമന കുട്ടികളിലേക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് നോക്കും, 3 മാസം കൊണ്ട് നോക്കും എങ്ങനെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തായാലും ഓക്കെ ഓക്കെ. അല്ല ഗിഫ്റ്റ് ഉണ്ട് കാണിച്ചു അവിടെ ഒന്ന് അകത്ത് വെച്ചോളൂ, അതിൻ്റെ അകത്ത് വെച്ച് ചെറിയ അടപ്പിൻ്റെ അകത്ത് വെച്ച്. വെരി ഗുഡ്. നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ സെക്ഷൻ ഉണ്ട്. ഒന്ന് താത്തിക്കാണ് താഴെ അതിനകത്ത് വെച്ച് അതിൻ്റെ അകത്ത്. എല്ലാവരും കൂടെ ഒന്നിച്ച് ഇല്ല അല്ല ഒന്ന് തിരിച്ചിട്ട് കാണുമ്പോ ഭയങ്കര വൈനായിട്ടൊക്കെ തോന്നുന്നു. ഒരു 5-6 കിലോ ഇല്ലയോ ക്യാമറയിൽ പിടിക്കുന്നില്ലല്ലോ. കൈ വറക്കുന്ന അല്ല കുഞ്ഞും ബട്ടറിന്റെ വലിപ്പമുള്ള സാധനം മാക്സിമം വലുതാക്കി എടുത്തു. യൂട്യൂബിലിടണ്ടാണ്, യൂട്യൂബിലിടേണ്ടതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും നിന്നെ ഈ സൈഡിൽ നിന്നേ
നിങ്ങളോടൊപ്പം അവര് സുനിലിലേക്ക് സുനിലെടുക്കും. ബാസുല്ലേ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് കേട്ടിട്ടില്ല. ബാസുല്ലേ അങ്ങോട്ട് നിന്ന് നോക്കട്ടെ. സുനിൽ അവിടെ തന്നെ നമ്മളെല്ലാവരും അവിടെ അവിടെ നിൽക്കും, ഇവിടെ നിന്ന് എടുത്ത് കാണും. അങ്ങോട്ട് അപ്പുറത്ത് അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചാൽ ഞാനോടൊപ്പം നിന്നാ മതി. കഴിഞ്ഞു സംഭവം. അവിടെ കിട്ടി, ഇവിടെ കിട്ടിയില്ലയോ? നീ അവിടെ നിൽക്കണ പ്രസിഡന്റ് കൂടെ നിൽക്കും. ഇനി സുനിലെ നിങ്ങൾ